الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. സഹോദരന്മാരെ, ഭൂവാനങ്ങളുടെ സൃഷ്ടിപ്പും ദൃഷ്ടാന്തങ്ങളും എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന കാലം ഒരു പ്രത്യേക കാലമാണ്. സൃഷ്ടിവാദം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ഭൂവാനങ്ങളെ സൃഷ്ടിച്ചു, ജൈവലോകത്തെ സംവിധാനിച്ചു, മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നൊക്കെ പറയണത് ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആവുകയും അതൊക്കെ ഉണ്ടായി, അങ്ങനെ അങ്ങ് ഉണ്ടായി, അല്ലെങ്കിൽ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ജീവിതത്തിന് സ്വന്തം നിയമാവലികൾ പടയ്ക്കുകയും ചെയ്യുന്നവരുടെ കാലത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഭൂവാനങ്ങൾ എങ്ങനെ നിലവിൽ വന്നു എന്ന കാര്യത്തിൽ ലോകത്ത് വിവിധ തരം ആശയഗതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രാചീനവും പഴക്കമുള്ളതും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ തന്നെയാണ്. കാരണം ഈ വിഷയം, മനുഷ്യർക്കൊരു യജമാനനുണ്ട്, അവനും അവൻ നിലനിൽക്കുന്ന ഈ പ്രപഞ്ചവും സ്വോദ്ദേശ്യപൂർവം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ് എന്ന വിഷയം ഓരോ പ്രവാചകനും അവരവരുടെ കാലഘട്ടത്തിലെ ജനങ്ങളെ പ്രഥമ സ്ഥാനം നൽകി പഠിപ്പിച്ചു പോകുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയസംബന്ധമായ ചർച്ചകളിൽ എക്കാലത്തും ശരിയുടെ ഈ നിലപാടുണ്ടായിരുന്നു. എന്നാൽ ബഹുദൈവാരാധന, ദൈവനിഷേധം, തന്നിഷ്ടത്തിലുള്ള ജീവിതം തുടങ്ങിയ അപജയങ്ങൾ കാലാകാലങ്ങളിലായി ഉണ്ടായിരുന്ന പോലെ, എത്രത്തോളം എന്ന് വെച്ചാൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനായി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വഹി നൽകി. അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖ. തൗഹീദിൻ്റെ കൂട്ടത്തിൽ അതും പറഞ്ഞിരുന്നു. കാരണം അസ്തിത്വം മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആകാശങ്ങളെ അടുക്കുകളായി, 7 ആകാശങ്ങളെ, സപ്തവാനങ്ങളെ അല്ലെങ്കിൽ വാനലോകങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹു. അവൻ എപ്രകാരമാണ് അങ്ങനെ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ, വഹീൻ്റെ ഭാഗമായിട്ട് പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങൾക്കിത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അർത്ഥം. അല്ലാതെ ഈ സപ്തവാനങ്ങളിൽ 6 മനുഷ്യന് ഇന്നും അപ്രാപ്യമാണ്. വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഐബിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അതിനെക്കുറിച്ച് മനുഷ്യനൊന്നും അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ചൊന്നുമില്ല. അവസാനത്തെ 7ാമത്തെ അസ്സമാ ദുനിയയുടെ തന്നെ മനുഷ്യൻ എക്സ്പ്ലോർ ചെയ്ത, മനുഷ്യൻ കണ്ട ഭാഗം 5-10% എന്ന് പറയാനാണ് ശാസ്ത്രലോകത്തിന് താല്പര്യം. 1000കണക്കിന് ഗാലക്സികൾ, 10000കണക്കിന് ഗാലക്സി, ഏതാണ്ട് 20 ബില്യൺ, കൃത്യമായി എണ്ണം പറഞ്ഞാൽ ഗാലക്സികൾ. അതിൽ ഓരോന്നിലും 100 ബില്യണിൽ കൂടുതൽ നക്ഷത്രങ്ങൾ. ഈ ഗാലക്സികൾക്കിടയിൽ മില്യൺ കണക്കിന് പ്രകാശവർഷങ്ങൾ അകലം. നമ്മുടെ മനസ്സിന് സങ്കല്പിക്കാൻ പറ്റാത്ത അതിഭീമമായ സ്പേസ് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 9,46,000 കോടി കിലോമീറ്ററുകൾ വേണം.
നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 15 കോടി കിലോമീറ്റർ മാത്രമാണെന്ന് മനസ്സിലാക്കുക. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 15 കോടി കിലോമീറ്റർ ആണെങ്കിൽ പ്രകാശവർഷം നമ്മുടെ തലയിലേക്ക് വരും. അപ്പോൾ ഇത്ര വലിയ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം അത് 5%, 10% എത്ര എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ അഭിപ്രായ ഭിന്നതകൾ. അപ്പോൾ ഇത്രയും മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഈ പരിമിതമായ അറിവുകൾക്കുള്ളിൽ മനുഷ്യൻ ആർജിച്ച ഈ അറിവ്, പക്ഷേ ഓരോ പ്രവാചകനും അതിൻ്റെ യഥാർത്ഥ വസ്തുത പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് വന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ അദ്ദേഹം മനുഷ്യർ ഒരു സംസ്കാരമായി വികസിച്ച ആദ്യ സമൂഹത്തിൻ്റെ വാലറ്റത്ത് വന്നൊരു പ്രവാചകനാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിന് ശേഷം ബാക്കിയായത് നേരത്തെ പറഞ്ഞ വചനത്തെ, അതായത് അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാത്തിൻ തിബാക എന്ന ആശയത്തെ അംഗീകരിച്ച വിശ്വാസികൾ മാത്രമാണല്ലോ തുടർന്നത്. പ്രളയത്തിൻ്റെ കഥയൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ വിശ്വാസികളിൽ നിന്ന് വന്ന ഒരു സമൂഹത്തിൻ്റെ പിന്നെ പടർന്ന് പന്തലിച്ചാണ് സുമേറിയൻ ബാബിലോണിയൻ സംസ്കാരങ്ങളുണ്ടായത്. മെസ്സപ്പൊട്ടേമിയ എന്ന് പറയുന്ന ഇന്നത്തെ ഇറാഖും കിഴക്കൻ തുർക്കിയുടെ ഭാഗങ്ങളും ചേർന്ന വലിയൊരു ഭൂപ്രദേശത്ത് വളരെ പടർന്ന് പന്തലിച്ച ഒരു നാഗരിക സംസ്കാരം. അവരിലെ വാലറ്റത്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ വന്നത്. അപ്പോഴേക്കും അവർ ബഹുദൈവാരാധനയുടെ ദുഷിപ്പിലേക്ക് കൂപ്പുകുത്തിപ്പോയിട്ടുണ്ടായിരുന്നു ഈ തൗഹീദിൻ്റെ ആളുകളുടെ പിന്മുറക്കാർ. എന്നിട്ട് അവർക്ക് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ അവർ ആരാധ്യന്മാരായിരുന്നു. എന്നിട്ട് ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ ചില ഉപങ്ങളൊക്കെ അവർക്ക് ചില തന്ത്രപരമായ അവതരണങ്ങളൊക്കെ നടത്തി. ഇതാ എൻ്റെ രക്ഷിതാവെന്ന് നക്ഷത്രത്തെ ചൂണ്ടി പറഞ്ഞു. പിന്നെ അത് അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫലമ്മ അഫല ഖാല ഇന്നീല ഉഹിബുൽ ആഫിലീൻ. അങ്ങനെ പിന്നെ സൂര്യനെക്കുറിച്ച് പറഞ്ഞു. സമയപരിമിതി കാരണം വിശദീകരിക്കുന്നില്ല. എന്നിട്ട് അവസാനം പറഞ്ഞു ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫ. ഋജുമാനസനായ നിലയിൽ ഞാനിതാ ഭൂവാനങ്ങൾ ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് രൂപം നൽകി സൃഷ്ടിച്ചുണ്ടാക്കിയവനായ അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ മുഖത്തെ ഇതാ തിരിച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും ബഹുദൈവാരാധകനല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ. പറഞ്ഞു വന്നത്, ജനതതികളുടെ ആരംഭത്തിൽ തന്നെ പ്രവാചകന്മാർ ഗൈബിയായ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ പരമാർത്ഥം ജനങ്ങളെ ബോധ്യപ്പെടുത്തി വന്നിരുന്നു. പക്ഷേ അപജയങ്ങളോടൊപ്പം ഈ കാര്യത്തിലും പലതരം പ്രശ്നങ്ങളുണ്ടായി. ആളുകൾ പല നിലപാടുകാരായി. പിന്നീട് ഈ സുമേറിയൻ സംസ്കാരത്തിന് ശേഷം പിന്നീട് ലോകത്ത് പല സംസ്കാരങ്ങൾ വന്നു. അവയ്ക്ക് ദൈവവിശ്വാസത്തിൻ്റെ ലാഞ്ചനകളുള്ള സമൂഹങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവമല്ലെങ്കിൽ ദൈവങ്ങൾ, ഞങ്ങളുടെ ദേവതകൾ എന്നൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ ആരും ഇത് സ്വയം ഉണ്ടായതാണെന്ന് പറയാനുള്ള ഒരു ധാർഷ്ട്യം ചരിത്രത്തിൻ്റെ ഇങ്ങേ തല വരെ, ഏതാണ്ടൊരു 16-17 നൂറ്റാണ്ടുകൾ വരെ, നമ്മുടെ ക്രിസ്താബ്ദം 17-18 നൂറ്റാണ്ടുകൾ വരെ അങ്ങനെ ഒരു വാദം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ കാലത്ത് ഈ പ്രപഞ്ച പഠനം വളരെ വികാസം പ്രാപിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. ഇപ്പോൾ അരിസ്റ്റോട്ടലിനൊരു പ്രപഞ്ച മാതൃകയുണ്ട്. അതിൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. ജിയോസെൻട്രിക് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഭൂമി പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാവുകയും അതിനെ വലം വയ്ക്കുന്ന വിവിധ ആകാശഗോളങ്ങൾ, ചന്ദ്രനും അതേപോലെ നമ്മൾ പറഞ്ഞ ഇപ്പോൾ സൗരയൂഥത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഗ്രഹങ്ങൾ എന്നുള്ള നിലക്ക് കാണുന്ന എല്ലാം, അതിനോടൊപ്പം കുറച്ച് വലുപ്പമുള്ള ഒന്ന് സൂര്യനും എന്ന നിലക്കാണ് അവർ കണ്ടിരുന്നത്. അതായത് നേരത്തെ പറഞ്ഞ സുമേറിയൻ മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളിൽ ഭൂമി പകുതിയും ആകാശം പകുതിയും, ആ പകുതി ദേവന്മാരുടേതും ഭൂമി മനുഷ്യരുടേതും എന്ന വിചിത്രമായ കൺസെപ്റ്റായിരുന്നു. അതുകൊണ്ടായിരുന്നു സൂര്യനും അതേപോലെ ചന്ദ്രനൊക്കെ അവർക്ക് ദേവതകളായി മാറിയത്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ഭൂമി പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രവും സ്പേസ് അതിൻ്റെ ബാക്കി, അതിൽ ചില ആകാശഗോളങ്ങൾ ഭൂമിയെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമിക്ക് വെളിച്ചം നൽകാൻ, ഭൂമിയിലെ മനുഷ്യരുടെ ഭാഗതയെ നിർണ്ണയിക്കാനൊക്കെ ചില ആകാശഗോളങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ കൺസെപ്റ്റ്. ഇത് BC 500 മുതൽ ഇങ്ങോട്ട് പിന്നീട് അറേബ്യൻ കാലഘട്ടത്തിലെ, അതായത് ഇസ്ലാമിക് ഗോൾഡൻ ഏജിലെ, നമുക്കറിയാമല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തുണ്ടായി.
ജനങ്ങൾ ശുദ്ധമായ ദൈവിക വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ധാരണകളിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അത് ഒരു വലിയ നാഗരിക സമൂഹമായി ലോകത്തിൻ്റെ ഒരു 2/3 പ്രദേശത്തും പടർന്നു. ഇസ്ലാമിക സാമ്രാജ്യം വളർന്നു വികസിച്ചു. ബാഗ്ദാദ് ലോകത്തിലിപ്പോൾ ഉമവി കാലഘട്ടത്തിലൊക്കെ ബാഗ്ദാദ് ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി മാറി. നമ്മൾ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് വിളിക്കുന്ന ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടം. പിന്നെ അത് ഒട്ടോമൻ എംപയറിൻ്റെ കാലഘട്ടത്തിൽ പിന്നീടും പല നിലയിൽ വളർന്നു. അത് അന്തലൂസിയ എന്ന് പറയുന്ന ഇന്നത്തെ സ്പെയിനിൽ മുസ്ലിങ്ങൾ ഒരു ഭരണകൂടം സ്ഥാപിക്കുകയും ഏതാണ്ട് ക്രിസ്താബ്ദം 1250 കാലം വരെ അത് പടർന്ന് പന്തലിച്ച് ഗ്രാനഡയും അതേപോലെ സ്പെയിനിലെ മറ്റു പല സിറ്റികളും വിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങളായി നിൽക്കുകയും ചെയ്ത സമയത്ത് അങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിൽ പ്രപഞ്ച പഠനം വളരെ വികാസം പ്രാപിക്കുകയും വാനനിരീക്ഷണം ഗണിതശാസ്ത്രത്തിൻ്റെ അകമ്പടിയോടെ, നമുക്കറിയാം ലോകത്ത് വെളിച്ചം പരത്തിയ ശാസ്ത്രകാരന്മാരുടെ ഒരു നിര തന്നെ ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിൽ ആസ്ട്രോണമി, ഈ വാനശാസ്ത്രവും ഒരു പ്രധാനപ്പെട്ട പഠന മേഖലയായിരുന്നു. അവർ പഴയ കാലത്തെ ഇംപ്രവൈസ്ഡ് ടെലസ്കോപ്പുകൾ വെച്ച് ഇങ്ങനെ നോക്കുക എന്നുള്ളതിലുപരി ഗണിതശാസ്ത്രത്തിൻ്റെ തത്വങ്ങളോട് സംയോജിപ്പിച്ചിട്ടാണ് വാനനിരീക്ഷണം നടത്തിയത്. വിശുദ്ധ ഖുർആനിലെ ഈ പ്രസ്താവനകൾ അവർ പഠിച്ചു മനസ്സിലാക്കുകയും, അതായത് പ്രപഞ്ചത്തിൻ്റെ വിശാലതയും അത് നമ്മൾ കാണുന്ന പ്രപഞ്ചം 7 വാനലോകങ്ങളിൽ അവസാനത്തേതായ ഒന്ന് മാത്രമാണെന്ന് പഠിച്ചു മനസ്സിലാക്കുകയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ഗവേഷണം മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ അവർക്ക് തിരിച്ചറിവുകളുണ്ടായി. അത് കെട്ടുകണക്കിന് ഗ്രന്ഥങ്ങളിലേക്ക് നിദർശനം ചെയ്യപ്പെട്ടു. അത് ഉപയോഗിച്ച് പിന്നീട് ചില ഭാഗങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുകയാണ്, സമയത്തിൻ്റെ പരിമിതി കാരണമായി. എല്ലാം പറയാൻ സമയമുണ്ടാവുമെന്ന് തോന്നുന്നില്ല, നമ്മൾ 1 മണിക്കൂർ വൈകിയാണ് ഓടുന്നത്. അപ്പോൾ ഈ ഇസ്ലാമിക യുഗത്തിലുണ്ടായ മാറ്റം പിന്നീട് ഞാൻ പറഞ്ഞ 18-ാം നൂറ്റാണ്ടിലെ ചില ആശങ്കകൾക്ക് കാരണമായതെങ്ങനെ എന്നാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. അതിൽ പുതിയ ടെലസ്കോപ്പുകൾ പിറക്കുന്നു, ഗണിതശാസ്ത്രപന്തിയായ വാനനിരീക്ഷണം വരുന്നു. ഇതിനൊക്കെ അടിസ്ഥാനമായി വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ നിൽക്കുന്നു. സനുരീഹിം ആയാത്തിന ഫിൽ ആഫാക്കി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ പറയുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ ഈ അധ്യാപനങ്ങളൊക്കെ സത്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ ചക്രവാളങ്ങളിലെ അനന്തവിഹായസിലെ അടയാളങ്ങളെ നാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എന്ന വിശുദ്ധ ഖുർആൻ്റെ വചനം അവർ ഹൃദയംഗമായി ഏറ്റെടുത്തു. പഠനങ്ങളുണ്ടായി. ഈ പഠനങ്ങൾ അറബികളെ ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിൽ ലോകത്തിലെ വിജ്ഞാനത്തിൻ്റെ മുൻനിരയിലേക്ക് നയിച്ചു. പിന്നീട് യൂറോപ്പിൽ റിനൈസൻസ് ഉണ്ടായ കാലത്ത് ഈ പുസ്തകങ്ങളിൽ ബാഗ്ദാദിലെ ലൈബ്രറികളിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ ഒരു ഒഴുക്ക് യൂറോപ്പിലേക്കുണ്ടായി. അവർ ചിന്തിക്കാൻ തുടങ്ങി. അതുവരെ, അതായത് നേരത്തെ പറഞ്ഞ 500 BC മുതൽ അരിസ്റ്റോട്ടലിൻ്റെ ഭൗമകേന്ദ്രീകൃതമായ ടോളമിയുടെ ഭൗമകേന്ദ്രീകൃത പ്രപഞ്ചം എന്ന് പറയുന്ന വളരെ അജ്ഞതാനിർഭരമായിട്ടുള്ള ഒരു എന്താ പറയുക കാഴ്ചപ്പാട്, ഒരു നിലപാട് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അത് ഒരു സഹസ്രാബ്ദവും പിന്നിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് അറബികളുടെ വിജ്ഞാനമൊക്കെ യൂറോപ്യന്മാരുടെ കയ്യിലെത്തിയത്. അവരിൽ ചില പാതിരിമാർ, അന്നും പാതിരിമാരെ നമുക്കറിയാമല്ലോ, അവർ ദഅവത്ത് ഹൃദയംഗമായി ഏറ്റെടുക്കുന്ന ആൾക്കാരാണ്, നമ്മളെക്കാളും മെച്ചമാണ്. അതുകൊണ്ട് തന്നെ അറബികൾക്കിടയിലേക്കുള്ള സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഈ വേദങ്ങൾ, അതായത് ബാഗ്ദാദിലെ ലൈബ്രറികളിൽ നിന്നും അതേപോലെ ഗ്രാനഡയിലെ ലൈബ്രറികളിൽ നിന്നും യൂറോപ്പിലേക്ക് പ്രവഹിച്ച നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഈ പുസ്തകങ്ങളിലൂടെ അധികം കടന്നുപോയത് പാതിരിമാരായിരുന്നു. അതുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എലിസബത്തൻ വിക്ടോറിയൻ പീരീഡുകളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തിയ ആൾക്കാരൊക്കെ കത്തോലിക്ക പുരോഹിതന്മാരായിരുന്നു. ബ്രൂണോ, നിക്കോളാസ് കോപ്പർനിക്കസ്, ഇവർ ഒരു ധാരണയിൽ എത്തിച്ചേർന്നു. എന്താ അത്? ഭൗമകേന്ദ്രീകൃത യൂണിവേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗമാണ് ഭൂമി. പക്ഷേ ഖുർആൻ അസ്സമാവാത്തു വൽ അർദ് എന്നാണ് പറയുന്നത്.
7 വാനലോകങ്ങളും ആ 7ാമത്തെ വാനലോകത്തിലെ തന്നെ ചെറിയൊരു ഭാഗവുമായ ഭൂമിയെ ഉൾച്ചേർത്ത് കൊണ്ടാണ് ഇംഗ്ലീഷിൽ നമ്മൾ യൂണിവേഴ്സും മലയാളത്തിൽ പ്രപഞ്ചവും എന്ന് പറയുന്ന ഈ ഭൗതിക ലോകത്തെ ഖുർആൻ നാമകരണം ചെയ്തിരിക്കുന്നത് അസ്സമാവാതു വൽ അർള് എന്നാണ്. അതിനെ മലയാളീകരിക്കുകയാണെങ്കിൽ പ്രപഞ്ചം എന്ന് മലയാളീകരിക്കണം. ആകാശങ്ങളും ഭൂമിയും എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹു സ്വേച്ഛപ്രകാരം ചിന്തിച്ച് നന്മ തിന്മകൾ ഞാൻ സ്വീകരിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള ഏതൊക്കെ സൃഷ്ടിജാലങ്ങളുണ്ടോ അവർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞ സർവ്വതും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, മനുഷ്യനെ അഭിമുഖീകരിച്ചാണ് ഈ വേദം സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ ഇരിപ്പിടമായ ഭൂമിയെ പ്രപഞ്ചത്തിൻ്റെ നാമത്തോട് തന്നെ ചേർത്ത് അള്ളാഹു പറഞ്ഞിരിക്കുന്നു അസ്സമാവാതു വൽ അർളെന്ന്. അങ്ങനെ നമ്മൾ തിരിച്ചു വരികയാണ്. യൂറോപ്യന്മാർ മനസ്സിലാക്കി തുടങ്ങി. ബ്രൂണോ ആദ്യമായി പറയാനുള്ള ധൈര്യം കാണിച്ചു. അതായത് അതിന് വേറെ ഒരു അടിസ്ഥാനമുണ്ട്. ഇവരൊക്കെ കത്തോലിക്ക പുരോഹിതന്മാരാണ്, ക്രിസ്തീയ സഭയുടെ ആൾക്കാരാണ്. അവരുടെ വേദഗ്രന്ഥമാണ് ബൈബിള്. വളരെ വിശദമായ പഠനം ഇവിടെ നടന്നു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാനത് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതിൽ പല അബദ്ധങ്ങളും ഈ ഭൗമകേന്ദ്രീകൃത പ്രപഞ്ചത്തിന് അനുഗുണമായിരുന്നു. അതേപോലെ ശാസ്ത്രീയ അബദ്ധങ്ങളുടെ ബൈബിളെന്ന് പറയുന്നത് വെളിപാടുകൾ കേട്ടുപഠിച്ച പ്രവാചകന്മാരുടെ ചരിത്രം കൂടി കൂട്ടിയെഴുതിയ സാധനമാണ്. നമ്മളെപ്പോലെ ഖുർആനെ പോലെ മുത്തവാത്തിറായി അള്ളാഹുവിൽ നിന്ന് വന്നു എന്ന് കരുതപ്പെടുന്ന ഗ്രന്ഥങ്ങളല്ല. കേട്ടെഴുതിയവരും കണ്ടെഴുതിയവരും അതിൻ്റെ നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറയുന്ന വഹിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എന്ന് പറയുന്ന സുന്നത്തും അവയുടെ ശറഹുകളും ഖുർആൻ്റെ തഫ്സീറുകളും പിന്നെ സീറകളും പിന്നെ കെട്ടിക്കൂട്ടിയുണ്ടാക്കിയ മൗലൂആത്തുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ വേറെ വേറെയാണ്. പക്ഷേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ 5ഉം ഒന്നാണ്. അതാണ് ബൈബിള്. അതുകൊണ്ട് തന്നെ അതിൽ പല സ്ഖലിതങ്ങളും ഉണ്ട്. പക്ഷേ ഈ സ്ഖലിതങ്ങളെ ന്യായീകരിക്കുന്നതിന് ക്രിസ്തീയ സഭകൾക്ക് അപ്രമാദിത്വം അവകാശപ്പെട്ടു വരുന്ന പോപ്പുമാരും പുരോഹിതന്മാരും എപ്പോഴും ശ്രമിക്കുന്നത് കൊണ്ട് ഈ പുരോഹിതന്മാർ ഇത് പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി. അങ്ങനെയാണ് മതവിചാരണ കോടതി ഉണ്ടാകുന്നത്. ഇൻക്വിസിഷൻ കോർട്ട് എന്ന് പറയുന്ന പോപ്പുമാരുടെ നേതൃത്വത്തിൽ ക്രൂരമായ വിചാരണകൾക്ക് ഈ സഭയുടെയും ബൈബിളിൻ്റെയും അധ്യാപനത്തിനെതിരെ സംസാരിക്കുന്ന സർവരെയും കൊല്ലുകയോ പീഡിപ്പിക്കുകയോ ജയിലിലടയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന അതിക്രൂരമായ മതപീഡന കോടതികളുണ്ടായിരുന്നു. ആ കോടതികളുടെ ഇൻക്വിസിഷൻ്റെ ഭാഗമായി ബ്രൂണോയെ കുറ്റിയിൽ കെട്ടിയിട്ട് ചുട്ടുകൊന്നു. ബേണിംഗ് അറ്റ് സ്റ്റേക്ക് എന്ന് പറഞ്ഞ കിരാതമായ ശിക്ഷാവിധിക്ക് വിധേയമാക്കി. കോപ്പർനിക്കസ് എന്ത് ചെയ്തു? മാപ്പെഴുതി രക്ഷപ്പെട്ടു. ഏതായാലും ഭൗമകേന്ദ്രീകൃത പ്രപഞ്ചം എന്ന് പറയുന്ന സാധനം അപ്രത്യക്ഷമായി. പകരം എന്തു വന്നു? സൂര്യകേന്ദ്രീകൃത പ്രപഞ്ചം വന്നു. ഹെലനോസെൻട്രിക് മോഡൽ ഓഫ് യൂണിവേഴ്സ് വന്നു. അതും അപൂർണമായിരുന്നു, അസംഗതമായിരുന്നു, അജ്ഞതയായിരുന്നു. ജനങ്ങൾ വിശുദ്ധ ഖുർആൻ്റെയും പൂർവ്വവേദങ്ങളുടെയൊക്കെ യഥാർത്ഥ വഹിയിലേക്ക് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ ആ അബദ്ധം സംഭവിക്കുമായിരുന്നില്ല. അങ്ങനെ കുറച്ചു കാലം മുമ്പോട്ട് പോയി. ഈ സൗരകേന്ദ്രീകൃത യൂണിവേഴ്സിന് ഏറ്റവും പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ പല ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ഒരു ഔട്ടർ സ്പേസിൽ ഈ സൂര്യനെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് എന്ത്? മറ്റ് നക്ഷത്രങ്ങൾ. പക്ഷേ വലഖദ് സയ്യന്ന സമാ അദ്ദുനിയ ബിമസാബീഹ് എന്ന വിശുദ്ധ ഖുർആൻ്റെ വചനം അനുസരിച്ച് നമുക്കറിയാം അസ്സമാ അദ്ദുനിയയുടെ സ്പേസ് മുഴുവനും നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അള്ളാഹു അതിനെ അലങ്കരിച്ചിരിക്കുന്നു. നക്ഷത്രാവൃതമാണ് അസ്സമാ അദ്ദുനിയ. അല്ലാതെ സൂര്യൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തെ ഔട്ടർ സ്പേസിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ല മറ്റു നക്ഷത്രങ്ങൾ. സൂര്യനാവട്ടെ ഒരു വളരെ ചെറിയ നക്ഷത്രമാണ്. വളരെ അതിഭീമന്മാരായ ജെയിൻസ്, സൂപ്പർ ജെയിൻസ്, മെഗാ ജെയിൻസ് എന്നൊക്കെ പേരിട്ട് ശാസ്ത്രലോകം വിളിക്കുന്ന സൂര്യനേക്കാൾ മില്യൺ കണക്കിന് ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്. അവയൊന്നും സൂര്യനെ വലം വെക്കുക എന്നുള്ളത് വളരെ അസംഗതമാണ്. അങ്ങനെ കുറേ കാലം മുമ്പോട്ട് പോയി. അപ്പോഴേക്കും യൂറോപ്പിലെ വളരെ വിചിത്രമായ ഒരു മതശാസ്ത്ര സംഘടനം രൂപപ്പെട്ടിരുന്നു. ഞാനിത് പറയുന്നത് ഈ ചരിത്രപരമായൊരു വിശദീകരണം നൽകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രപഞ്ചം സ്വന്തം ഉണ്ടായതാണ്, അല്ലെങ്കിൽ അത് സ്വയംഭൂവാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ പരമമായ മറ്റൊരു വിഡ്ഢിത്തമുണ്ട്.
എന്താ അത്? ഇത് പ്രപഞ്ചം അനാദി, ഒന്നും സ്വയം ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഏത് ചെറിയ കുട്ടിക്ക് പോലും അറിയുന്ന കാര്യമാണ്. ഫിലോസഫിയുടെ ബാലപാഠങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് സഹസ്രാബ്ദങ്ങൾ മുമ്പ് തന്നെ, തോമസ് അക്വിനാസിൻ്റെ കാലം മുതൽ തന്നെ, ഗ്രീക്ക് ഫിലോസഫിയുടെ കാലം മുതൽ തന്നെയുള്ള ഒരു തിയറിയാണ് കോസേഷണൽ തിയറി. എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹു അവലും ആഖിറുമാണെന്നും ആദിയായവനും അന്ത്യത്തിലുള്ളവനുമാണെന്ന് പറയുന്നത്. അതായത് ഉണ്ടായവനല്ല എന്ന് പറയുന്നത്. എന്തുണ്ടായാലും അതിന് തുടക്കമുണ്ടെങ്കിൽ അത് ബാഹ്യ കാരണത്താൽ ഉണ്ടായതായിരിക്കും. കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളുണ്ടല്ലോ, അതിൽ ഒന്നാമത്തെ ചലന നിയമം ചലനാവസ്ഥയിലുള്ളൊരു വസ്തു ചലനാവസ്ഥയിലും നിശ്ചലാവസ്ഥയിലുള്ളൊരു വസ്തു നിശ്ചലാവസ്ഥയിലും തുടരുന്ന, അണ്ടിൽ ആൻഡ് അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് അപ്ലൈഡ് എന്ന്. അതായത് ഒരു ബാഹ്യബലം അതിനോട് പ്രയോഗിക്കപ്പെടുകയാണെങ്കിലല്ലാതെ ഈ ചലനാത്മകമായ പ്രപഞ്ചം ഒരു ബാഹ്യ സമ്മർദ്ദത്തിൻ്റെയും ആവശ്യമില്ലാതെ സ്വയം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളെ ഇടയിൽ ബുദ്ധിമാന്മാരെന്നും ശാസ്ത്രബോധമുള്ളവരാണെന്നും ഒക്കെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൻ്റെ ഒരു വാൽക്കഷ്ണമാണ്. അത് നമ്മുടെ മനസ്സിൽ വെക്കുക. യൂറോപ്പിലേക്ക് തിരിച്ചു വരികയാണ്. ആ കാലഘട്ടത്തിൽ വലിയൊരു സ്പർദ്ധയുണ്ടായി. ആളുകൾ മതം ഉപേക്ഷിക്കാൻ തുടങ്ങി. എന്താ കാരണം? ബൈബിളിലെ പൂർണ്ണമായും ശാസ്ത്രവിരുദ്ധമാണ് എന്ന് തെളിയിക്കപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ദൈവം മരിച്ചു എന്ന് ചില ആൾക്കാർ വിളിച്ചു കൂവാൻ തുടങ്ങി. കാരണം ദൈവത്തിൻ്റെ വചനം തെറ്റാണെങ്കിൽ പിന്നെ ദൈവം മരിച്ചു എന്ന് പറയണം. ബുദ്ധിമാന്മാരും ബുദ്ധിജീവികളും അതേപോലെ സാഹിത്യ നായകന്മാരും ഒക്കെ വലിയ അങ്കലാപ്പിലായി. അവിടെ വിഖ്യാതനായ ഒരു കവിയായിരുന്നു മാത്യു ആർണോൾഡ്. അദ്ദേഹം പാടി wandering between two worlds, one dead, the other powerless to be born. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ, അതായത് ഒരു പ്രത്യേക ലോകത്തിനിടയിൽ ആളുകൾ കറങ്ങി നടക്കുകയാണ്. ഏതാണ്? ഒരു ലോകം മരിച്ചു. ഏതാ മരിച്ച ലോകം? മതത്തിൻ്റെ ലോകം, ദൈവത്തിൻ്റെ ലോകം, അത് മരിച്ചുപോയി. എന്നാൽ ശാസ്ത്രത്തിൻ്റെ ലോകമോ? അതാണെങ്കിൽ പവർലെസ് ടു ബി ബോൺ, അതാണ് പൂർണ്ണമായിട്ടാണ് ജനിച്ചിട്ടുമില്ല. അപ്പം അങ്ങനെയുള്ളൊരു ത്രിശങ്കുവിൽ ആളുകളൊക്കെ കറങ്ങുന്ന കാലത്ത് മതനിഷേധം ഒരു പ്രസ്ഥാനമായി വളർന്നു. മതവും ശാസ്ത്രവും പരസ്പര വിരുദ്ധമാണ് എന്ന ധാരണകൾ പടർന്നു. അവിടെയാണ് ആളുകൾ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ ഞാൻ പറഞ്ഞു, പ്രവാചകന്മാരുടെ കാലം മുതൽ ഇങ്ങോട്ട് വിവിധ സാംസ്കാരിക നാഗരികതകളൊക്കെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി, അതിൻ്റെ വിസ്മയങ്ങൾ, ഇത് എന്നുണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. കാരണം ആരുണ്ടാക്കിയെന്നുള്ള കാര്യത്തിൽ വിശ്വാസ സമൂഹത്തിന് എന്തായാലും തർക്കമില്ലല്ലോ. പക്ഷെ ഇത് എങ്ങനെയുണ്ടായി? കാരണം ദൈവം മരിച്ചു പോയെങ്കിൽ പിന്നെ ദൈവം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള ചർച്ച വന്നു തുടങ്ങിയത്. ആ കാലം മുതൽ മാത്രമാണ്. കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ ഈ ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ചില ശാസ്ത്രകാരന്മാർ പിന്നെയും മുന്നോട്ട് വന്നു. ഒരാളാണ് ബെൽജിയം ബേസ് ചെയ്ത് ബെൽജിയംകാരനായിരുന്ന ഫാദർ ലെമിത്ര. അദ്ദേഹം ഫാദറാണ്, കത്തോലിക്ക പുരോഹിതനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കണം. ഈ കത്തോലിക്ക പുരോഹിതന്മാർ ഇസ്ലാമിക സാഹിത്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവരായിരുന്നു. കാരണം അവർ ജീവിക്കുന്നത് ദാവത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരാശയം മുന്നോട്ട് വെച്ചു. എന്താ അത്? അതാണ് മഹാവിസ്ഫോടന പ്രപഞ്ചമാതൃക. ഇത് നമ്മളിങ്ങനെ പറയുന്നതിന് പിന്നിലൊരു കാരണമുണ്ട്. ഈ മഹാവിസ്ഫോടന പ്രപഞ്ചമാതൃക എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ശാസ്ത്രലോകത്ത് കൂടി കറങ്ങിത്തിരിഞ്ഞ് വന്നപ്പോഴാണ് നമുക്കും ഇത് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം ഇതിന് തെളിവൊന്നും കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതായത് പ്രപഞ്ചം ഒരു ആദിപിണ്ഡത്തിൽ നിന്ന് വികസിച്ചുണ്ടായതാണെന്നുള്ളതാണ് ഇതിൻ്റെ ബേസ്, ഇതിൻ്റെ അടിസ്ഥാനം. ഈ അടിസ്ഥാനം അദ്ദേഹം പല ട്രീറ്റേഴ്സുകളിലായിട്ട് ശാസ്ത്രലോകത്തോട് പറഞ്ഞു. ആളുകളൊക്കെ കളിയാക്കി വിടുകയുണ്ടായി. സ്വാഭാവികമായിട്ട് അങ്ങനെ സത്യങ്ങൾ പറയുന്ന ആൾക്കാരെ കളിയാക്കൽ പൊതുവേ ഉള്ളതാണ്. ഏതായാലും ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകങ്ങൾ വന്നപ്പോൾ അമേരിക്കക്കാരനായിരുന്ന എഡ്വിൻ വി ഹബിൾ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഈ ആശയത്തിൻ്റെ പിന്നാലെ കൂടിയിട്ട് ചില പരീക്ഷണങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അദ്ദേഹം 1925 വളരെ വലിയ, അന്ന് ലോകത്ത് നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ടെലസ്കോപ്പ് ഉണ്ടാക്കി. ഹബ്ലിയൻ ടെലസ്കോപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്.
ആ ടെലസ്കോപ്പ് വെച്ചുള്ള നിരീക്ഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആകാശത്ത് എണ്ണിയാലൊടുങ്ങാത്ത നമ്മളെ കണ്ണിന് വിസ്മയം തീർക്കുന്ന ഈ നക്ഷത്ര സമൂഹങ്ങളൊക്കെ പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാകുന്നു. ഇന്ന് നോക്കുമ്പോൾ കാണുന്ന അകൽച്ചയിലല്ല നാളെ, ഇനി ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അകൽച്ച. ഇത് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകാശത്തിൻ്റെ വിസരണവുമായി ബന്ധപ്പെട്ട് റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്. അത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഏതായാലും ആ റെഡ് ഷിഫ്റ്റ് അനാലിസിസ് വഴിയാണ് അദ്ദേഹം ഈ ഗാലക്സികൾ അകന്നു പോകുന്നു മനസ്സിലാക്കിയത്. അപ്പോൾ ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു തെളിവ് ആദ്യമായി ലെമിത്രയുടെ ഈ വാദത്തിന് വന്നു ചേർന്നു. അങ്ങനെ ദ തിയറി ഓഫ് യൂണിവേഴ്സൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന എഡ്വിൻ വി ഹബിളിൻ്റെ തിയറി അദ്ദേഹം പ്രപ്പോസ് ചെയ്തു 1929. അപ്പോഴേക്കും ലോകം മുഴുവൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ശാസ്ത്രപ്രഭാവത്തിലേക്ക് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി എന്ന് പറയുന്ന പൊതു ആപേക്ഷികതാ സിദ്ധാന്തം ഈ പ്രപഞ്ചത്തിൻ്റെ കാരണങ്ങളൊക്കെ വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സ്ഥിരാങ്കം മുന്നോട്ട് വെക്കുകയുണ്ടായത്. അവിടെയും പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിസ്ഥിരതയെ ഊന്നുന്ന ചില ന്യായവാദങ്ങളാണ് അദ്ദേഹം നിരത്തിയത്. ഏതായാലും അങ്ങനൊരു സ്ഥിരത പ്രപഞ്ചത്തിന് ഇല്ല എന്ന് 1929 ഈ തിയറി ഓഫ് യൂണിവേഴ്സൽ എക്സ്പാൻഷൻ കൂടി വന്നപ്പോൾ തെളിഞ്ഞു. പിന്നെ അദ്ദേഹം അത് തിരുത്തുകയുണ്ടായി. അദ്ദേഹം പൊതു ആപേക്ഷികതാ സിദ്ധാന്തത്തിൽ നിന്ന് മാറി സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയിലേക്ക് വന്നു. ഇത്തരം ചില വാദങ്ങളിലൊക്കെ തിരുത്തലുകൾ വരുത്തി. ഏതായാലും അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര മേധാവിത്വം തുടർന്ന കാലഘട്ടമാണ് പിന്നീടുണ്ടായത്. പക്ഷേ അപ്പോൾ യൂറോപ്പിൽ ദൈവം മരിച്ചു, ശാസ്ത്രവും മതവും വിരുദ്ധ ധ്രുവങ്ങളിലാണ്, പ്രപഞ്ചം അനാദിയോ സ്വയംഭുവോ ആണ് എന്നൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ച് നടന്നിരുന്ന നാസ്തികവാദികൾ വേറെ ചില പണിപ്പുരകളിലേക്ക് നീങ്ങിയിരുന്നു. അവർക്ക് എന്തായാലും ഈ തിയറി ഓഫ് യൂണിവേഴ്സൽ എക്സ്പാൻഷൻ അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അംഗീകരിക്കാൻ സാധ്യമല്ലാത്തതിന് പിന്നിലുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചം അനുസ്യൂതം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രശ്നമുണ്ട്. അത് ഇന്നലെ എവിടെയായിരുന്നു, മിനിഞ്ഞാന്ന് എവിടെയായിരുന്നു, 4 ദിവസം മുമ്പ് എവിടെയായിരുന്നു, 4 വർഷം മുമ്പ് എവിടെയായിരുന്നു, 1 മില്യൺ വർഷം മുമ്പ് എവിടെയായിരുന്നു, 1 ബില്യൺ വർഷം മുമ്പ് എവിടെയായിരുന്നു എന്ന് കണക്ക് കൂട്ടാൻ പറ്റും. കാരണം അത് എക്സ്പാൻഷൻ്റെ റേറ്റ് നിരക്ക് നമുക്കറിയെങ്കിൽ പിറകോട്ട് നമുക്ക് അതിനെ ചലിപ്പിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചലിപ്പിച്ച് എഡ്വിൻ വി ഹബിള് പ്രപഞ്ചം എന്ന് നിർണയിച്ചു. അതിന്നും ശാസ്ത്രലോകത്തെ അടിസ്ഥാനമായി അംഗീകരിക്കപ്പെടുന്ന ഈ പ്രപഞ്ച സൃഷ്ടിപ്പിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചോൽപത്തിയുടെ അടിസ്ഥാനമായി അംഗീകരിക്കപ്പെടുന്ന ഒരു തത്വം തന്നെയാണ്. അതാണ് എന്നിപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാണ്, ഹൗ ഓൾഡ് ഈസ് അവർ യൂണിവേഴ്സ്, നമ്മുടെ ഈ യൂണിവേഴ്സിന് എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ നമുക്ക് കാണിച്ചു തരും. 13.78 ബില്യൺ വർഷങ്ങൾ അല്ലെങ്കിൽ 1378 കോടി വർഷങ്ങളായി എന്ന് സംശയരഹിതമായി നമുക്ക് പറഞ്ഞു തരും. അത് തീരുമാനമായിട്ടില്ല, അല്ല അത് പ്രപഞ്ചം അനാദിയാണോ അല്ല സ്വയം ഉണ്ടായതാണോ എന്ന് തീരുമാനമായിട്ടില്ല എന്നൊന്നും പറയില്ല. കാരണം അത് അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. ഇത് കണ്ടെത്തിയത് തിയറി ഓഫ് എക്സ്പാൻഷന് റീവൈൻഡിങ്ങിന് വിധേയമാക്കി ഇതെന്നായിരിക്കും തുടങ്ങിയത് എന്ന്. ഏതായാലും ചില ബാക്കി പത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അന്ന് എഡ്വിൻ വി ഹബിള് ഒരു പ്രവചനം കൂടി നടത്തിയിരുന്നു. ഇതെങ്ങാനും ഒരു ആദിപിണ്ഡത്തിൽ നിന്ന്, ഒരു പ്രിമോഡിയൽ മാസിൽ നിന്ന്, അതീവ സാന്ദ്രതയും കനത്ത താപനിലയുമുള്ള ഈ ആദിപിണ്ഡം വികസിച്ച് ഉണ്ടായതാണെങ്കിൽ അതിൻ്റെ ആ റേഡിയേഷൻസിൻ്റെ റെമനൻസ്, അതിൻ്റെ ആ ഒരു അനന്തരഫലങ്ങൾ, ഒരു അനുരണങ്ങൾ എന്തായാലും ഈ പ്രപഞ്ചത്തെ കണ്ടെത്താൻ പറ്റുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് പിന്നീട് 1964 കണ്ടെത്തി. ആണോപെൻസിയസ് എന്ന് പറയുന്ന ശാസ്ത്രകാരൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടി CMBR എന്ന് പേരിട്ടിരിക്കുന്ന കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദിപിണ്ഡം പ്രിമോഡിയൽ മാസ് അതീവ സാന്ദ്രതയുള്ള അവസ്ഥയിൽ നിന്ന് ഒരു മഹാവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടിത്തെറിയാണെന്ന് മനസ്സിലാക്കരുത്. അതീവ സാന്ദ്രതയുള്ള ഈ പ്രിമോഡിയൽ മാസ് വികസിച്ച് വലുതാവുന്നതിന് കാരണമായ പ്രതിഭാസം, അതിനെ അമേരിക്കൻ തിയററ്റിക്കൽ സയൻറ്റിസ്റ്റായിട്ട് അലൻ ഗൂത്ത് വിളിച്ചത് കോസ്മിക് ഇൻഫ്ലേഷൻ എന്നാണ്. കോസ്മിക് ഇൻഫ്ലേഷൻ വേണമെങ്കിൽ ഒരു പ്രാപഞ്ചിക ജ്വലനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
ആ ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായി. അതിനെന്താ കാരണമായതെന്ന് ചോദിച്ചപ്പോൾ അലൻ ഗൂത്ത് പറഞ്ഞത് ബിയോണ്ട് ഫിസിക്കൽ എക്സ്പ്ലനേഷൻ, അതായത് ശാസ്ത്രീയമായ വിശദീകരണങ്ങളുടെ അപ്പുറത്തുള്ള കാര്യം, പ്രാപഞ്ചിക നിയമങ്ങൾ ബാധകമായ കാര്യമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് അവിടേക്ക് വരാം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ തുടക്കമുണ്ട് എന്ന് അതുകൊണ്ട് തെളിഞ്ഞു. അതായത് CMBR കൂടി വന്നതോടുകൂടി. അപ്പോൾ നാസ്തികരുണ്ടാക്കിയിരുന്ന ഒരു തിയറി, അതായത് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് അറിയപ്പെടുന്ന തിയറി, സ്ഥിരസ്ഥിതി പ്രപഞ്ചം, അതായത് പ്രപഞ്ചം എന്നിങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ആകത്തുക. വിശദാംശങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ നമ്മൾ വിഷയമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ പ്രപഞ്ചം എന്നും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന് നശിപ്പിക്കപ്പെടുവാണെങ്കിൽ പകരം മറ്റൊന്ന് സൃഷ്ടിക്കപ്പെടും. അടിസ്ഥാനമായി അതിന് പറയുന്ന എനർജി കൺസർവേഷൻ തിയറിയാണ്, ഊർജ്ജ സംരക്ഷണ നിയമം. ഊർജ്ജത്തെ അത് ചില ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ ഊർജ്ജം എന്നുള്ള മാറ്റി ദ്രവ്യം എന്നാക്കിക്കാളും നമ്മുടെ നാസ്തികന്മാരായ സുഹൃത്തുക്കൾ. അപ്പോൾ ദ്രവ്യം നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ലല്ലോ, അതെന്നും ഉള്ളതാണ്, അതുകൊണ്ട് ഈ പ്രപഞ്ചം അങ്ങനെ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞാളും. എനർജി കൺസർവേഷൻ തിയറിയിൽ ചെറിയൊരു ട്വിസ്റ്റ് നടത്തിയിട്ട്, ഏതായാലും അങ്ങനെ ആണെങ്കിൽ പോലും ഈ വിഷയവുമായി അതിന് യാതൊരു ബന്ധവും വരുന്നില്ല. കാരണം പ്രപഞ്ചം തുടങ്ങിയതാണ് എന്ന് ഒബ്സർവബിൾ സയൻസിൻ്റെ, നിരീക്ഷണ ശാസ്ത്രത്തിൻ്റെ തെളിവുകൾ ലഭ്യമായ റെഡ് ഷിഫ്റ്റ് അനാലിസിസ് CMBR അംഗീകരിക്കപ്പെട്ട നിലപാടാണ്. അപ്പോൾ ഈ മഹാവിസ്ഫോടനത്തിലൂടെ അംഗീകരിക്കപ്പെട്ട ചില വസ്തുതകളുണ്ട്. അതൊന്ന് നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്യണം. ഒന്ന് സംക്ഷിപ്തമായി പറയാണ്, പ്രപഞ്ചത്തിന് തുടക്കമുണ്ട്. തുടക്കമുണ്ടെങ്കിൽ അതിന് എന്ത് ബാഹ്യമായൊരു കാരണം ഉണ്ടായിട്ടുണ്ടാവും. അതിനുള്ളിലുള്ള കാരണം, കാറിന് കാരണം ഉണ്ടാക്കാൻ കഴിയില്ല. കാറിന് കാരണം ഉണ്ടാക്കാൻ കഴിയില്ല. കാറിനുള്ളിലിരുന്ന് നമുക്ക് കാറിനെ ചലിപ്പിക്കാനും കഴിയില്ല. എന്താ കാരണം? ഏതൊരു വസ്തുവും നിശ്ചലാവസ്ഥയിൽ തുടരും. അത് നിശ്ചലാവസ്ഥയിലായിരുന്നെങ്കിൽ ഏതൊരു വസ്തുവും ചലനാവസ്ഥയിൽ തുടരും. അത് ചലനാവസ്ഥയിലാണെങ്കിൽ എങ്ങനെ ആണെങ്കിലല്ലാതെ, ഒരു ബാഹ്യമായ ബലം അപ്ലൈഡ് ആവുന്നുണ്ടെങ്കിൽ അല്ലാതെ. അപ്പോൾ കാറിനുള്ള ബാഹ്യമായ ബലമാണ് പെട്രോള്. അതിൻ്റെ കമ്പസ്റ്റൻ വഴി എനർജി നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മാനുവലായിട്ട് നമുക്ക് കാറിനെ തള്ളിത്തെറിപ്പിക്കുക, ന്യൂട്രലിട്ട് നമുക്ക് തള്ളാം, പക്ഷേ നിങ്ങൾ കാറിനുള്ളിൽ ഇരുന്ന് തള്ളാൻ കഴിയില്ല. അപ്പോൾ ബാഹ്യമായ ബലം അപ്ലൈഡ് ആയാൽ മാത്രമേ എന്തും ഉണ്ടാവുള്ളൂ. പ്രപഞ്ചം തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വസ്തുതാപരമാണ്. തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു തുടക്കക്കാരനുണ്ടാവും. പ്രപഞ്ചത്തിൻ്റെ പ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 13.78 ബില്യൺ വർഷങ്ങളാണ്. തർക്കമില്ലാത്ത വസ്തുതയാണ്. അത് അനാദിയല്ല, അത് എന്നെന്നും ഉണ്ടായിരുന്നില്ല. എന്നെന്നും ഉണ്ടായിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ക്വാളിറ്റിയാണ്. കാരണം എന്നെന്നും ഉള്ളവന് പരിമിതികളുണ്ടാവില്ല. പരിമിതികളില്ലാത്തവൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇനി ഈ കോസ്മിക് ഇൻഫ്ലേഷൻ ഭൗതിക നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കാവുന്നതല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാത്ത ഒരു സംഗതി ഇതിൻ്റെ പിറകിലുണ്ട്. അതിനെ പടച്ചോനെന്ന് പേര്, ദൈവം എന്ന് പേര് വിളിക്കുന്നതിനെ പേര് വിളിക്കാം. ചില ആൾക്കാർ തടിയെടുക്കാൻ വേണ്ടി പ്രകൃതി എന്ന് വിളിക്കും, അങ്ങനെ വിളിക്കാം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ മറുപടി പറയേണ്ടി വരും. പിന്നെ മറ്റൊന്ന്, പ്രപഞ്ചം ഒരു നാൾ നശിക്കും. അനാദിയാണെങ്കിൽ നശിക്കാൻ പറ്റില്ല. പ്രപഞ്ചം ഒരു നാൾ നശിക്കും. ഭൂമി നശിക്കും. നിങ്ങളെല്ലാവരും കേട്ടത് ഓർക്കുന്നുണ്ടാവും, പ്രൊഫസർ G. സോമനാഥ് പറഞ്ഞത് അല്ലേ? ഈ ഭൂമിയിരിക്കുന്ന സ്പേസിനെ ഏതാനും കോടി വർഷങ്ങൾ കഴിഞ്ഞാൽ സൂര്യൻ്റെ ഭാഗമായി മാറും. സൂര്യൻ ഒരു സൂപ്പർനോവയായി മാറുന്നതിന് മുമ്പ്, കെട്ടടങ്ങുന്നതിന് മുമ്പ് ഭൂമി നശിക്കും. പക്ഷെ അത് എന്നുള്ളതാണ്. അനാദിയല്ല ഈ പ്രപഞ്ചം. ഇനി ഭൂമിയുടെ കാര്യം എടുക്കണ്ട, പ്രപഞ്ചത്തിൻ്റെ കാര്യം എടുക്കുക. അനാദിയല്ല. ഈ പറയുന്ന സർവ്വ വസ്തുതകളും സമ്മേളിപ്പിച്ചിരിക്കുന്ന, ഇതിൻ്റെ കൂടെ മറ്റൊന്നുകൂടി സമ്മേളിപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്താണ് അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ അർള കാനതാ റതഖൻ ഫഫതഖനാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. നമ്മുടെ വിഷയമല്ലെങ്കിലും, കാരണം ഇത് രണ്ടും ട്വിൻസാണ്, ഇരട്ടകളാണ്, പ്രപഞ്ചോൽപത്തിയും ജീവോൽപത്തിയും. അതുകൊണ്ടാണ് അള്ളാഹു ഇത് ഇരട്ടകളാക്കി തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
പ്രപഞ്ചം ഒരു ആദിപിണ്ഡമായിരുന്നു എന്നും പിന്നീട് നാം അതിനെ പിളർത്തി വികസിപ്പിക്കുക എന്നുള്ള ഈ ആയത്തിലില്ല, പക്ഷെ വേറെ ആയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വ്യാഖ്യാനം എന്നുള്ള നിലക്ക് അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞത്. എന്ന് അവിശ്വാസികളായ സത്യനിഷേധികളായ ആളുകൾ മനസ്സിലാക്കുന്നില്ലേ? എന്നിട്ടും അവരെന്താണ് അവിശ്വാസികളാവുന്നത്? എന്താ കാരണം? പ്രപഞ്ചം ഒരു ആദിപിണ്ഡമായിരുന്നുവെന്നും എന്നിട്ട് നാം അതിനെ വളർത്തി വികസിപ്പിച്ച് ഈ കോലത്തിലാക്കിയതാണെന്നും അവർ മനസ്സിലാക്കുന്നില്ലേ? അങ്ങനെ ചെയ്തവരെ നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം എന്നാണ്. അത് അവിശ്വാസികളെ വിളിച്ച് ചോദിച്ചതിൻ്റെ സാങ്കത്യം. കോസ്മിക് ഇൻഫ്ലേഷൻ, മഹാവിസ്ഫോടനം, പ്ലാങ്ക് ഇപ്പോക്ക് എന്ന് പറയപ്പെടുന്ന സമയത്തിൻ്റെ അതിസൂക്ഷ്മമായ ഒരു ഭാഗം. അത് കാരണം സമയം ഉണ്ടാവുന്നത് അപ്പോഴാണ്. സമയം ആദ്യമായിട്ടുണ്ടായത് കുഞ്ഞായിട്ടാണ്. എന്തും പിറക്കുമ്പോൾ കുഞ്ഞായിട്ടാണ്. സമയം പിറന്നതും കുഞ്ഞായിട്ടാണ്. ആ കുഞ്ഞു സമയമാണ് സമയം പിറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സമയവും സ്ഥലവും ഈ പ്രപഞ്ചത്തിൻ്റെ രണ്ട് അടിസ്ഥാന ഡയമെൻഷൻസാണ്, രണ്ട് മാനങ്ങളാണ്. ഈ പ്രപഞ്ചമില്ലാത്തപ്പോൾ സമയമില്ല, സ്ഥലവുമില്ല. അള്ളാഹു സ്ഥലത്ത് ഉള്ളവ പ്രപഞ്ചാതീതനാണെന്ന് പറയുമ്പോൾ നിലകൊള്ളാൻ സ്ഥലം ആവശ്യമില്ലാത്തവരാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത്തരം വിശദീകരണങ്ങൾക്ക് നമ്മൾ പോകുന്നില്ല. ഇനി ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അനുസ്യൂതമായ വികാസം പ്രപഞ്ചത്തിൻ്റെ, അതുപോലെ അത് അനുസ്യൂതമായി ചുരുങ്ങും എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. കാരണം ഈ കോസ്മിക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പ്രപഞ്ചത്തെ വികസിപ്പിച്ചു വിട്ട ആ ശക്തി എന്തോ ആവട്ടെ, അതായത് ഇസ്ലാമിക ഭാഷയിൽ സർവേശ്വരനായ അള്ളാഹു, ആ ശക്തി ആ ബലത്തെ പിൻവലിക്കുമ്പോൾ അത് പോയ പോലെ തിരിച്ചു വരും. അതിനെയാണ് ശാസ്ത്രം ദ ബിഗ് ഷ്രിങ്ക് എന്ന് വിളിക്കുന്നത്. ഈ വിഷയത്തിൽ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനൊരു ട്രീറ്റൈസ് തന്നെയുണ്ട്, ദ ബിഗ് ഷ്രിങ്ക്. ഏതായാലും ഖുർആൻ ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിക്കുകയും പിന്നീട് അതിനെ പുനരാവിഷ്കരിക്കുകയും വയഊദുഹു എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് വേണമെങ്കിൽ ഷ്രിങ്ക് എന്ന് വ്യാഖ്യാനിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം വിശ്വാസത്തിന് ഈ പറഞ്ഞത് മതി. അള്ളാഹുവിൻ്റെ അസ്തിത്വം അംഗീകരിക്കുന്നതിനും ഞാൻ അവന് വിധേയപ്പെടേണ്ടവനാണെന്ന് മനുഷ്യൻ തീരുമാനിക്കുന്നതിനും ഈ പറഞ്ഞൊക്കെ തന്നെ മതി. വിശുദ്ധ ഖുർആനിലെ അടിസ്ഥാനപരമായ മറ്റൊരു വചനം കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് വെക്കുകയാണ്. വസ്സമാഅ ബനൈനാഹ ബിഐദിൻ, നാം സ്വശക്തിയാൽ, മറ്റാരുടെയും സഹായം ഇല്ലാതെ വ്യാഖ്യാനിച്ചാൽ കുഴപ്പമില്ല. തഫ്സീറുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. മറ്റാരുടെയും ഹെൽപ്പോ സപ്പോർട്ടോ ഇല്ലാതെ നിർമ്മിച്ചവനാവും നാം നിർമ്മിച്ചിരിക്കുന്നു. നമ്മുടെ സ്വശക്തിയാൽ നാം അതിനെ നിർമ്മിച്ചിരിക്കുന്നു. വ ഇന്നാ ലമൂസിഊൻ, നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ തിയറി ഓഫ് യൂണിവേഴ്സൽ എക്സ്പാൻഷൻ വിശ്വാസി ഊറ്റം കൊള്ളാനുള്ളതാണോ, അല്ലെങ്കിൽ ശാസ്ത്രബോധം നാസ്തികന്മാരെ ഊറ്റം കൊള്ളാനുള്ളതാണോ? ആകാശത്തെ സംബന്ധിക്കുന്ന ഭാഗം സമയപരിമിതികൾ അവിടെ അവസാനിപ്പിച്ച് നമ്മൾ ഭൂമിയിലേക്ക് വരിക. ഭൂമി മനുഷ്യൻ്റെ ഇരിപ്പിടാണ്. വൽ അർള വളാഹ ലിൽ അനാം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ജൈവലോകത്തിന് വേണ്ടി ഭൂമിയെ നാം വെച്ചിരിക്കുന്നു. വൽ അർള ഫറശ്നാഹ ഫനിഅമൽ മാഹിദൂൻ എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ വസ്സമാ ബനൈനാഹ ബി ഐദിൻ വ ഇന്നാ ലമൂസിഊൻ എന്ന് പറഞ്ഞു. അതിന് തൊട്ട് താഴെ തന്നെ പറഞ്ഞത് എന്ത്? വൽ അർള ഫറശ്നാഹ ഫനിഅമൽ മാഹിദൂൻ. ഭൂമിയെ നാം ഒരു യഥാർത്ഥമായൊരു വിധാനിക്കൽ അല്ലെങ്കിൽ ഒരുക്കിയിരിക്കുന്നു എന്നാണ്. അതിൽ മനസ്സിലാക്കേണ്ട വിഷയങ്ങളിൽ ഒന്ന്, ഭൂമിയെ അള്ളാഹു പരുവപ്പെടുത്തുന്നതിന് മുമ്പ് എത്ര മില്യൺ വർഷങ്ങൾ, എത്ര മില്യൺ അല്ലെങ്കിൽ ശതകോടി വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കാൻ വേണ്ടി. ഈ പ്രപഞ്ചം നിലനിൽക്കെ അതിൽ സൂപ്പർനോവകളെ കൊണ്ട് വിസ്ഫോടനം നടത്തി ആവശ്യമായ ഇരുമ്പിനെ ഭൂമിക്ക് വേണ്ടി അള്ളാഹു ആദ്യം സംവിധാനിച്ചു. കാരണം ഇരുമ്പില്ല എന്നാൽ ഭൂമിയിലെ ജീവനില്ല, ഭൂമിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വ അൻസൽനൽ ഹദീദ, ഇരുമ്പിനെയും നാം ഇറക്കി തന്നിരിക്കുന്നു പ്രത്യേകം പറഞ്ഞത്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇരുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്.
അതായത് ഇരുമ്പ് സൗരയൂഥത്തിൽ നിർമ്മിക്കാൻ പറ്റിയ സാധനമല്ല. ഇരുമ്പ് സിന്തസൈസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ 200 മുതൽ 300 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപം വേണം. ഇരുമ്പുണ്ടാവണമെങ്കിൽ, അത് കെമിക്കലി സിന്തസൈസ് ചെയ്യണമെങ്കിൽ അയിരിൽ നിന്ന് ഇരുമ്പുണ്ടാക്കാനല്ല, അയിരുണ്ടാവണമെങ്കിൽ 200 മുതൽ 300 വരെ മില്യൺ ഡിഗ്രി സെൽഷ്യസ് വേണം. അതിൻ്റെ താപനില അത്രയും വേണം. പക്ഷെ സൂര്യനിലാകെ ഉള്ളത് എത്രയാണ്? സൂര്യൻ്റെ ഔട്ടർ സ്പേസ് ഏരിയയിൽ 6000 ഡിഗ്രി സെൽഷ്യസും ഇന്നറിൽ ഏതാണ്ട് ഒരു 25 മില്യൺ ഡിഗ്രി സെൽഷ്യസും ആണ്, 25 മില്യൺ ഡിഗ്രി സെൽഷ്യസുമാണ് സൂര്യൻ്റെ ചൂട്. ഏറ്റവും ഏറ്റവും പുറത്ത് 6000 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. അതാണ് സൂര്യൻ്റെ ചൂട്. അപ്പോൾ സൂര്യനിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, സൗരയൂഥത്തിൽ ഒരിക്കലും ഇരുമ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അപ്പോൾ അത് എവിടുന്ന് വരണം? അത് അതിഭീമൻ നക്ഷത്രങ്ങളിൽ നിന്ന് 200 മുതൽ 300 ഡിഗ്രി സെൽഷ്യസ് മില്യൺ ഡിഗ്രി 200 മുതൽ 300 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള അതിഭീമൻ നക്ഷത്രങ്ങളിൽ നിന്ന് ഉത്സർജിക്കപ്പെടണം. അവയുടെ സൂപ്പർനോവകളുടെ ഭാഗമായി അവ അന്തരീക്ഷത്തിലേക്ക് മാസിനെ വല്ലാതെ പ്രകടിപ്പിക്കുന്ന സമയത്ത് ഉത്സർജിക്കപ്പെടണം. അതായത് ഔട്ടർ സ്പേസിൽ നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയതാണ് എന്തിനെ? ഈ ഇരുമ്പിനെ. അപ്പോൾ ഈ ഇരുമ്പ് എന്തിനാണ്? ഇരുമ്പില്ലെങ്കിൽ ഭൂമിക്ക് കാന്തിക മണ്ഡലമില്ല. കാന്തിക മണ്ഡലമില്ലെങ്കിൽ ഹെലേനിക് വിൻഡ് സ്റ്റോം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് വരുന്നൊരു പ്രത്യേകതരം കാറ്റെന്ന് പറഞ്ഞാൽ അന്തരീക്ഷമല്ല, വാതകമല്ല വരുന്നത്. അത് പ്രത്യേകതരം കോസ്മിക് റേസ് ആണ് വരുന്നത്, മനുഷ്യനെ ചുട്ട് ചാമ്പലാക്കി കളയുന്ന. അതിനെ തടുത്തു നിർത്തുന്നത് എന്താണ്? ഭൂമിയുടെ കാന്തിക മണ്ഡലമാണ്. കാന്തിക മണ്ഡലം നമ്മൾ വേറെ പറയുന്നുണ്ട് മറ്റു പല സംഗതികൾക്ക് വേണ്ടി. അപ്പോൾ അതില്ല. അതുണ്ടാവുന്നത് എവിടുന്നാണ്? ഭൂമിയുടെ കോറിലിരിക്കുന്ന 35% ഭൂമിയിലുള്ള ഇരുമ്പ് അയിരല്ല, നമ്മൾ ഉരുക്കിയെടുത്ത് ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പ് അയിര അല്ലാതെ 35% ഭൂമിയുടെ കോറിനുള്ളിൽ ഇരുമ്പ്, മോൾട്ടൺ അയണുള്ളത്, ഉരുകിയ ഇരുമ്പ്, ഇന്നർ കോറിലും ഔട്ടർ കോറിലും. ഈ 35% ഇരുമ്പ് അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഭൂമിക്ക് കാന്തിക മണ്ഡലമുള്ളത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഒരു പരിധി വരെ അതുകൊണ്ടാണ്. ഭൂമിയുടെ പരിക്രമണത്തിലും അതിൻ്റെ സ്വാധീനമുണ്ട്. ഇത് പൊതുവായി. ഇനി മറ്റൊന്നുണ്ട്, ഭൂമിയിൽ ഇരുമ്പില്ലെങ്കിൽ ജീവനില്ല. എന്താ കാരണം? ജീവൻ ഊർജ്ജോൽപാദനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരും ശരീരത്തിൽ ഓരോ കോശത്തിലും ഊർജം ഉൽപ്പാദിക്കപ്പെടാത്ത അവസ്ഥയാണ് അതിൻ്റെ മരണം. അതായത് ഓരോ കോശവും മരിക്കുന്നത് അതിൽ ഊർജ്ജോൽപാദനം നടക്കാതെ ആവുന്ന അവസ്ഥയാണ്. ഊർജ്ജോൽപാദനം എപ്പോഴാണ്? അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇരുമ്പ് വേണം. ഓക്സിഡൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയാണ് ഊർജ്ജോൽപാദനത്തിൻ്റെ അടിസ്ഥാനം. ബേണിംഗ്, അതായത് ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കമ്പസ്റ്റൻ, അത് അതിന് ചെയ്യുന്നത് ഓക്സിജനുമായി അതിനെ പ്രതിപ്രവർത്തിപ്പിക്കുക എന്നുള്ള. ഈ ഓക്സിജൻ നമ്മുടെ കോശത്തിലെത്തണമെങ്കിൽ ഇരുമ്പ് വേണം. അപ്പോൾ അള്ളാഹു ഭൂമി ഉണ്ടാക്കുന്നതിന് എത്രയോ മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്ക് വേണ്ട ഇരുമ്പിനെ സംവിധാനിച്ചു. അതാണ് അൻസൽനൽ ഹദീദ ഫീഹി ബഅ്സുൻ ഷദീദുൻ വമനാഫിഉ ലിന്നാസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഇറ്റ് ഹാസ് ക്രൂഷ്യൽ ഇമ്പാക്റ്റ് എന്ന് മുഹമ്മദ് പിക്താൾ ട്രാൻസ്ലേറ്റ് ചെയ്തു, അതായത് കമൻറ്ററി ചെയ്തു. അതായത് ഇറ്റ് ഹാസ് ക്രൂഷ്യൽ ഇമ്പാക്ട്. അതിൽ വലിയ ആയോധന ശക്തി ഉള്ളതാണ്. അമ്മാനിമോറിൻ്റെ തഫ്സീർ നോക്കിയാൽ കാണാം. ആയോധന ശക്തി ഉണ്ട്, അതിൽ തർക്കമില്ല. അത് ഒരു വ്യാഖ്യാനമാണ്. പിന്നെ ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. ഉപകാരം കത്തിയും കോടാലിയൊക്കെ ഉണ്ടാക്കലൊരു ഉപകാരം തന്നെയാണ്. പക്ഷേ ആന്തരികമായ വലിയ അർത്ഥതലങ്ങളുള്ള എന്താ പറയുക, സാന്ദ്രമായ അർത്ഥതലങ്ങളുള്ള ഒരു ആയത്താണിത്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, ഈ നമ്മുടെ സൗരയൂഥം അതിൻ്റെ മാതൃ നക്ഷത്ര സമൂഹമായ ക്ഷീരപഥത്തിൽ ആകാശഗംഗയിൽ നിൽക്കുന്ന സ്ഥലം ഓറിയോൺ സ്പർ എന്ന് പറയുന്നൊരു പ്രത്യേകതരം സാന്ദ്ര നക്ഷത്രങ്ങളുടെ സാന്ദ്രത വളരെ കൂടിയൊരു സ്ഥലത്താണ് ഈ സൂര്യനുള്ളത്. പക്ഷേ ഈ സൂര്യൻ്റെ തൊട്ടടുത്ത് ഒരു 4.5 പ്രകാശവർഷം അകലെ അടുത്തൊരു നക്ഷത്രമുള്ളൂ. അവിടെ ആവറേജ് നക്ഷത്രങ്ങളുടെ അകലെ ഏതാണ്ട് 1/2 പ്രകാശവർഷമാണ്. 1/2 പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ 9,46,000 കോടി കിലോമീറ്ററാണ് ഒരു പ്രകാശവർഷം. അപ്പോൾ 1/2 പ്രകാശവർഷം അകലത്തിലാണ് സാധാരണ ആ ഭാഗത്ത്, ഓറിയോൺ സ്പറിൻ്റെ ആ ഭാഗത്ത് നക്ഷത്രങ്ങളുടെ ഏതാണ്ട് ഒരു സാന്ദ്രത. പക്ഷെ സൂര്യൻ്റെ 4.5 പ്രകാശവർഷം അടുത്തൊരു നക്ഷത്രമില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയാ, അൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ. മനുഷ്യരെ,
നിങ്ങളുടെ ഈ കുഞ്ഞു പോലത്തെ ശരീരത്തെ ഉണ്ടാക്കാനാണോ പണി? ഈ വലിയ അനന്തവിഹായസനെ, സപ്തവാനങ്ങളെ നാം ഉണ്ടാക്കിയിരിക്കേ, ഇതാണോ പണി? നിങ്ങളുണ്ടാക്കലാണോ പണി? റഫ സംകഹ ഫസവ്വാഹ, അതിൻ്റെ ആകാശവിധാനത്തെ നാം ഉയർത്തിയിരിക്കുന്നു. അതായത് ആകാശവിധാനം എന്ന് മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടുമ്പോൾ എങ്ങനെയുള്ളത്? ആകാശത്ത് നക്ഷത്രങ്ങളുള്ള ആ വിധാനം, അതിനെ നാം ഉയർത്തിയിരിക്കുന്നു, പതിവിൽ കവിഞ്ഞ് ഉയർത്തിയിരിക്കുന്നു. ഈ 4.5 പ്രകാശ വർഷത്തിനേക്കാൾ കൂടുതൽ അകലുള്ള നക്ഷത്രങ്ങളുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ പൊതുവായൊരു വിഷയം പറയുമ്പോൾ എക്സെപ്ഷൻസ് പ്രശ്നമല്ലല്ലോ. അങ്ങനെയാണ് എന്ത്? ഭൂമിയിൽ രാവും പകലും ഉണ്ടായത്. അതായത് രാവിനെ നാം ഇരുട്ടുള്ളതും പകലിനെ പ്രകാശപൂരിതവുമാക്കിയിരിക്കുന്നു. എങ്ങനെ? ഇതിൻ്റെ ആകാശവിധാനത്തെ ഉയർത്തി. ഈ ആകാശവിധാനത്തെ നാം ഉയർത്തിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുമ്പോൾ, അതായത് ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ഭാഗമായി സൂര്യൻ അഭിമുഖമല്ലാതെ ഭൂമിയുടെ ഒരു ഭാഗം വരുമ്പോൾ, അതാണ് യഥാർത്ഥത്തിൽ രാത്രി. അങ്ങനെ രാത്രി വരുമ്പോൾ വേറൊരു നക്ഷത്രത്തിന് അഭിമുഖമായി ഇങ്ങനെ വരും. അപ്പോൾ പകലേ ഉണ്ടാവൂ, രാത്രി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വേറൊരു നക്ഷത്രം, ധാരാളം നക്ഷത്രങ്ങൾക്ക് അഭിമുഖമായി രാത്രി നമ്മൾ വരുന്നുണ്ട്. പക്ഷെ ഭൂമിയെ പ്രകാശപൂരിതമാക്കാൻ മാത്രം അകലത്തിൽ അള്ളാഹു അതിനെ വെച്ചിട്ടില്ല. അതാണ് റഫ സംകഹ ഫസവ്വാഹ. അങ്ങനെ ആകാശവിധാനത്തെ അവൻ ഉയർത്തുകയും അതിനെ അവൻ ശരിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇനി ഭൂമി, സൗരയൂഥത്തിൽ ഭൂമിയുടെ സ്ഥാനം അതൊരല്പം മാറിപ്പോയിരുന്നെങ്കിൽ, കുറച്ചൊന്ന് മാറിപ്പോയിരുന്നെങ്കിൽ, ഒരല്പം സൂര്യനോട് അടുത്തിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? എല്ലാം കരിഞ്ഞു പോകുമായിരുന്നു. കടുത്ത ചൂടിനെ അതിജീവിച്ച് ഇവിടെ ജീവൻ നിലനിർത്തുക അസാധ്യമാവുമായിരുന്നു. ഇനി ഒരല്പം അകന്നു പോയിരുന്നുവെങ്കിൽ കടുത്ത തണുപ്പ് കാരണം ഭൂമിയിൽ ജീവൻ അസാധ്യമായി മാറുമായിരുന്നു. ഋതുഭേദങ്ങളെ അത് സ്വാധീനിക്കുമായിരുന്നു. അപ്പോൾ സൗരയൂഥത്തിൽ ഭൂമിയുടെ സ്ഥാനം, ഇവിടെ ജൈവ ലോകത്തിന് വേണ്ടി അള്ളാഹു ഭൂമിയെ വെച്ചു. വവളഹ ലിൽ അനാം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആ ആശയതലങ്ങൾ ഈ ഓരോരോ ഘട്ടത്തിലൂടെയും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ്. ഇനി ഈ കാന്തിക മണ്ഡലത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ കാന്തിക മണ്ഡലം അള്ളാഹു ഭൂമിയെ പ്രത്യേക അവസ്ഥയിൽ, ഭൂമിയുടെ സ്ഥിരത, ഈ കാന്തിക മണ്ഡലങ്ങളിൽ ചില ഷിഫ്റ്റുകൾ സാധ്യമാണ്. ആ ഷിഫ്റ്റ് പക്ഷേ അങ്ങനെ നമുക്ക് അങ്ങനെ ഉദാഹരണങ്ങളൊന്നും, പക്ഷേ സയൻസ് അങ്ങനെ പ്രവചിക്കുന്നുണ്ട് ഷിഫ്റ്റുകൾ. പക്ഷേ ആ ഷിഫ്റ്റുകളുടെ സമയത്ത് അതിഭീകരമായ പ്രശ്നങ്ങളൊക്കെ ഭൂമിയിൽ ചിലപ്പോൾ സംഭവിച്ചേക്കും. ഭൂമി കുലുക്കങ്ങൾ, അതേപോലെ നാച്ചുറൽ എന്താ പറയുക, ഈ പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെ സംഭവിച്ചേക്കാനുള്ള വളരെ കൂടുതൽ സാധ്യത ഉണ്ട്. കാരണം ഭൂമിയുടെ സന്തുലിതാവസ്ഥയും ഈ കാന്തിക മണ്ഡലങ്ങളും തമ്മിൽ അതിഭയങ്കരമായ ബന്ധമാണുള്ളത്. ഭൂമിയിലെ കാലാവസ്ഥാ ഭേദങ്ങളെ സ്വാധീനിക്കുന്നതിൽ, സൂര്യനിൽ നിന്നുള്ള ചൂടിനെ ക്രമീകരിക്കുന്നതിൽ, സൂര്യനിൽ നിന്ന് വരുന്ന ഹെലേനിക് സ്റ്റോം എന്ന് പറയുന്ന കടുത്ത നാശകാരിയായ വികിരണങ്ങളുടെ കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതിലൊക്കെ വലിയ ഭയങ്കരമായ സ്വാധീനം ചെലുത്തുന്ന ഈ കാന്തിക മണ്ഡലങ്ങളെ ഭൂമിയുടെ പ്രത്യേക ഒരു വിധാനിക്കൽ വഴി അള്ളാഹു ശരിപ്പെടുത്തി വെച്ചതുകൊണ്ടാണ് നമുക്കിവിടെ ജീവിച്ചു പോകാൻ കഴിയുന്നത്. ഇനി ഭ്രമണവും പരിക്രമണവും രാപ്പകലുകളും നമുക്കറിയാം. രാവും പകലും ഇല്ലെങ്കിൽ എന്താണ് ഒരവസ്ഥ? നമ്മൾ നോർവേ എന്ന് പറഞ്ഞ രാജ്യത്ത് അത് പോളാറായത്, ധ്രുവപ്രദേശത്തുള്ളതായതുകൊണ്ട്, അതായത് ഈ സൂര്യന് അഭിമുഖമായി ഭൂമി കറങ്ങുമ്പോൾ ആ കറക്കത്തിൻ്റെ ചില പ്രത്യേകത, ഭൂമിയുടെ അച്ചുതണ്ട്, ആക്സിസ് എന്ന് പറയുന്ന സാങ്കല്പികമായൊരു ചെരിവുണ്ട്. ആ ചെരിവിൻ്റെ സ്വാധീനം കാരണമായി, ആ ചെരിവിലും വലിയ വിശദാംശങ്ങളുണ്ട്, പക്ഷെ നമുക്ക് സമയം പരിമിതമായതുകൊണ്ട് ചുരുക്കി പറഞ്ഞു പോവുകയാണ്. ആ ചെരിവിൻ്റെ പ്രത്യേകത കാരണമായി ഈ ദക്ഷിണാർദ്ധഗോളത്തിലേക്കും ഉത്തരാർദ്ധഗോളത്തിലേക്കും സൂര്യൻ അങ്ങനെ മാറി മാറി വരുന്ന പോലെ നമുക്ക് തോന്നും. അതിനെയാണ് നമ്മൾ മലയാളത്തിൽ വിഷുവങ്ങളും അയനാന്തങ്ങളും എന്ന് വിളിക്കുന്നത്. ചില കാലത്ത് നമുക്ക് സൂര്യൻ തെക്കോട്ട് മാറി സഞ്ചരിക്കുന്നതും ചില കാലത്ത് വടക്കോട്ട് മാറി സഞ്ചരിക്കുന്നതും പോലെ തോന്നുന്നത് അതാണ്. അപ്പോൾ അങ്ങനെ ഈ പ്രതിഭാസങ്ങൾ കാരണമായി ദൂരപ്രദേശങ്ങളിലെ രാജ്യങ്ങളിലൊക്കെ ചില സമയത്ത് പകലിൻ്റെ ദൈർഘ്യം 20 മണിക്കൂർ 21 മണിക്കൂറൊക്കെ ആയി മാറും. പാതിരാ സൂര്യൻ്റെ നാട് എന്നാണ് നോർവേയെ വിളിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നട്ടപ്പാതിരിക്കും അവിടെ സൂര്യൻ കാണും. അതിൻ്റെ കാരണം എന്താണ്? ഈ പറഞ്ഞ സംഗതി. എത്ര പ്രശ്നമാണത്. അത് വളരെ ചെറിയൊരു ഭൂപ്രദേശത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ, വളരെ ചെറിയൊരു ഭൂപ്രദേശത്താണ്. നമുക്ക് 21 മണിക്കൂർ പകലും 2-3 മണിക്കൂർ രാത്രിയുമാണെങ്കിൽ അതെത്ര അസൗകര്യമാണ്. അപ്പോൾ അങ്ങനെയും ഒരു ചെറിയ സ്ഥലം ഭൂമിയിലുണ്ട്. അത്
ഖാലിഖായ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ. ഏതായാലും അത് മൊത്തത്തിൽ ഭൂമിയിൽ അതായിരുന്നു സ്ഥിതിയായിരുന്നെങ്കിൽ എന്തായാലും രാപ്പകലുകളുടെ ഒരു സൗകര്യം എത്രമാത്രമാണ്. അത് വളരെ വിശദമായി വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ വിവരിച്ച കാര്യമാണ്. അതായത് പകലിനെ ജീവസന്ധാരണത്തിനുള്ള വേളയും നിങ്ങളുടെ പ്രവർത്തനക്ഷതക്കുള്ള സമയവും രാത്രി വിശ്രമിക്കാനുള്ള സമയവും ആക്കിയവനാകുന്നു അള്ളാഹു. അപ്പോൾ ഭ്രമണവും പരിക്രമണവും രാപ്പകലുകളും ഭൂമിയെ മനുഷ്യവാസത്തിനും ജൈവവാസത്തിനും എത്രമാത്രം അനുയോജ്യമാക്കിയിരിക്കുന്നു എന്നതിൻ്റെ നിദർശനങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഇതെല്ലാം സംസാരിക്കുന്ന കാലത്ത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജ്ഞാനത്തെയൊക്കെ സംശീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തായിരുന്നു ആ കാലത്തെ ഭൗതിക വിജ്ഞാനീയങ്ങളുടെ എന്ന് പറഞ്ഞാൽ സെക്കുലർ നോളജിൻ്റെ ഭൗതിക വിജ്ഞാനീയങ്ങളോട് ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. അതിൻ്റെ അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞു. ടോളമിയൻ അരിസ്റ്റോട്ടിലിയൻ പ്രപഞ്ചമായിരുന്ന ഭൗമകേന്ദ്രീകൃത പ്രപഞ്ചം അടിസ്ഥാന ശാസ്ത്രമായി നിലനിൽക്കുന്ന കാലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ സംഗതികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇമാം ആലൂസി അദ്ദേഹത്തിൻ്റെ തഫ്സീർ റൂഹുൽ മആനിയിൽ ഉദ്ധരിച്ചത് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സപ്തവാനങ്ങളുടെ താരതമ്യ പഠനം പോലും സ്വഹാബക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അതിൻ്റെ പരമ്പരയെക്കുറിച്ച് ചില തർക്കവിതർക്കങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതൊരു വലിയ വിഷയമായി നമ്മൾ അവതരിപ്പിക്കാത്തത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ അത് പര്യാപ്തമാണ്. അതായത് ഒന്നാമത്തെ വാനലോകം രണ്ടാമത്തെ വാനലോകമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോതിരവും മരുഭൂമിയുമാണെന്ന് റസൂൽ പറഞ്ഞു കൊടുത്തുന്ന ഇമാം ആലൂസി പറയുന്നത്. പരമ്പരയെക്കുറിച്ച് ഞാൻ പഠനം നടത്തിയിട്ടില്ല, അതുകൊണ്ട് പക്ഷേ അങ്ങനെ ഒരു പരാമർശമുണ്ട്. അതായത് ഒന്നാം വാനലോകം മോതിരമാണെങ്കിൽ രണ്ടാമത്തേത് മരുഭൂമിയാണ്, രണ്ടാം വാനലോകം മോതിരമാണെങ്കിൽ മൂന്നാമത്തേത് മരുഭൂമിയാണ്. അതിൻ്റെ വലിപ്പത്തിലുള്ള ഒരു താരതമ്യമാണത്. അത്ര അനന്തമായി കിടക്കുന്ന മനുഷ്യൻ്റെ ദിഷണക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രപഞ്ചത്തെ ഒരു മനുഷ്യൻ ദിവ്യബോധനത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് വിവരിച്ചു കൊടുക്കുക. ഏത് കാലത്ത് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഭൂമിയും അതിനെ ചുറ്റുന്ന ചില ആകാശഗോളങ്ങളും അതോടൊപ്പം ഒരു സൂര്യനും അതിനെ ചുറ്റുന്ന ഒരു സൂര്യനും പിന്നെ അതിൻ്റെ ഔട്ടർ സ്പേസിൽ കുറച്ച് നക്ഷത്രങ്ങളും വേറെ ചുറ്റുന്ന, അതാണ് അരിസ്റ്റോട്ടിലിയൻ പ്രപഞ്ച മാതൃക. അതാണ് പ്രപഞ്ചം എന്ന് ലോകം കരുതിയിരുന്ന കാലത്താണ് ഒരു മനുഷ്യൻ വന്ന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ നിലനിൽക്കുന്ന കാലത്താണ് ആളുകൾ ഈ പറഞ്ഞ എന്താ പറയുക അസാത്തീറുൽ അവ്വലീൻ എന്ന് അറബികൾ പറഞ്ഞ, ഇപ്പോഴും ആളുകൾ അതിനെ പറഞ്ഞ ആ ഭാഷയിൽ അതല്ലാന്നുള്ളൂ. കെട്ടുകഥകൾ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്ന ആളുകൾ ശാസ്ത്രബോധമുള്ളവരായി ചമയുകയും വിശ്വാസികളെ മദ്രസ പൊട്ടന്മാരാക്കുകയും ചെയ്യുന്നത് എന്ത് നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് ഈ വിശദീകരണങ്ങളിലൂടെ കടന്നു പോകുന്നത്. എന്നിട്ട് ഞാൻ ആദ്യം ഓതിയ ആയത്ത് ഇന്ന ഫി ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആൾക്കാർ അവർ ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അതവരെ ആലോചിക്കും, ഉറ്റാലോചിക്കും, ബുദ്ധി കൊടുത്ത് ആലോചിക്കും. എന്നിട്ട് അവർ ഇരുന്നും നിന്നും കിടന്നുമൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കും. കാരണം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതകൾ 4ആണ്. ഒന്നത് ആരുണ്ടാക്കി, വിശ്വാസികൾക്ക് സംശയമില്ല. 2 എങ്ങനെയുണ്ടാക്കി, അതാണ് അവലം യറല്ലദീന കഫറു അന്നസ്സമാവാത വൽ അർള് കാനത റത്ഖൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓതിയത് സൂറ അംബിയായിലെ ആയത്തിലെ 30-ാമത്തെ വചനത്തിൽ. എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത്, ഇനി എപ്പോഴുണ്ടാക്കി എന്നുള്ളത് അത് ഖുർആൻ വിവരിച്ചിട്ടില്ല. കാരണം ക്രോണോളജി ഖുർആൻ്റെ വിഷയമല്ല, കാലഗണക്കനുസരിച്ചല്ല ഖുർആൻ വിഷയങ്ങൾ സംസാരിക്കുന്നത്. അതാര് കണ്ടെത്തി? ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ പറഞ്ഞ് പ്രപഞ്ചത്തിന് എത്ര പ്രായമായി എന്ന് ചോദിച്ചാൽ ശാസ്ത്രലോകത്തിന് സംശയമില്ല എന്നുണ്ടാക്കി എന്നുള്ളത്. ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്, എന്തിനുണ്ടാക്കി? അത് വിശുദ്ധ ഖുർആൻ വളരെ 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 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്വോദ്ദേശ്യപൂർവമാണ് ഉണ്ടാക്കിയത്. അതെങ്ങനെയല്ല, അത് ഇത്രത്തോളം അള്ളാഹു പറഞ്ഞു, ഞാൻ കളിതമാശയായിട്ട് ഉണ്ടാക്കിയതല്ല എന്ന്, ലായിബീനായിട്ട് ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് 4ാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഇത് എന്തിനുണ്ടാക്കി? ഇതുണ്ടാക്കിയത് മനുഷ്യനും ജിന്നും അള്ളാഹു ഫ്രീ വില്ല് കൊടുത്ത് സ്വേച്ഛപ്രകാരം ചിന്തിക്കാനുള്ള ശേഷി കൊടുത്ത് സൃഷ്ടിച്ചത്. അവരിൽ ആര്
ബോധപൂർവം തെറ്റിലേക്കോ അല്ലെങ്കിൽ ദൈവനിഷേധത്തിലേക്കോ പോകാൻ അവസരം ഉണ്ടായിരിക്കെ അതിനെ, ആ ചിന്തയെ അതിലംഘിച്ച് അള്ളാഹുവിനുള്ള വിധേയത്വത്തിലേക്ക് ആര് വരും എന്ന് നോക്കാൻ വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയത് എന്നാണ്. ഓക്കെ, ആ ചിന്ത ഉൾക്കൊള്ളുന്നവൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവൻ പറയും, മാ ഹലക്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അതായത് ബുദ്ധി കൊടുത്ത് ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും രാപ്പകലുകളുടെ വിന്യാസവും ഒക്കെ കണ്ട് മനസ്സിലാക്കുന്ന ആൾക്കാർ ചിന്തിക്കും, ഇത് വെറുതെ ഉണ്ടാക്കിയതല്ല പടച്ചോനെ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ എന്ന്. മഴയും മണ്ണും പച്ചപ്പുമൊക്കെ ഭൂമിയുടെ വിധാനിക്കലിൻ്റെ ഭാഗമായിട്ട് പറയേണ്ടതായിരുന്നു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. സൂറ സുമറിലെ ആയത്താണിത്. അലം തറ അന്നല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫസലകഹു യനാബിയ ഫിൽ അർദ് സുമ്മ യുഖ്രിജു ബിഹി ദർഅൻ മുഖ്തലിഫൻ അൽവ. ഭൂമിയിലെ ഏറ്റവും വലിയൊരു ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണത്. ആകാശത്തുനിന്ന് മഴ, എന്നിട്ട് ആ മഴ മണ്ണിലേക്ക് ഇറങ്ങുന്നു, അത് ഉറവകളായി ഭവിക്കുന്നു. ആ ഉറവകളിൽ നിന്ന് വെള്ളം പിന്നീട് പുറത്തേക്ക് ബഹിർഗമിക്കുന്നു. എന്നിട്ടത് വിളകൾക്കുള്ള ഭക്ഷണമായി മാറുന്നു. എന്നിട്ടത് വിളകൾ വരുന്നു, പിന്നെ അത് മൂത്തുണങ്ങുന്നു. ഫതറാഹു മുസ്ഫറ, അങ്ങനെ അത് മഞ്ഞച്ചതായി നിനക്ക് കാണാം, അതായത് ഉണങ്ങുന്നു. സുമ്മ യജ്അൽഹു ഖുതാമ, പിന്നെ അതിനെ കച്ചിത്തുരുമ്പാക്കി മാറ്റുന്നു അല്ലാഹു. ഇന്ന ഫീ ദാലിക ലദിക്റ ലിഉലിൽ അൽബാബ്. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഓതിയത്. അതായത് നേരത്തെ പറഞ്ഞില്ലേ എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന്. ഇതിൽ ചിന്തിക്കുന്നവർക്കൊരു ദൃഷ്ടാന്തമുണ്ട്. എന്താണ് ദൃഷ്ടാന്തം? നമ്മളിങ്ങനെ ഒരു കോശത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന് നിരവധിയായ പ്രോസസ്സുകളിലൂടെ മനുഷ്യനായി വന്ന് ഏതാണ്ട് 1 വർഷത്തോ 9 മാസം ചില്ലാനും ദിവസങ്ങളും മാതാവിൻ്റെ ഗർഭാശയത്തിൽ കഴിഞ്ഞുകൂടി ഭൂമിയിൽ വന്ന് ജനിച്ച് വളർന്ന് വലുതായി നമ്മുടെ ആയോധന ശക്തി നമ്മൾ കൈവരിച്ച് നമ്മളങ്ങനെ മുന്നോട്ട് പോയി. നമ്മൾ ഒരു കുടുംബത്തിൻ്റെ നാഥനായി. പിന്നെ അങ്ങനെ വാർദ്ധക്യത്തിലെത്തി. പിന്നെ നിങ്ങൾ ഉണങ്ങും. ഫതറാഹു മുസ്ഫറ, ഈ പച്ചപ്പിനെ പോലെ നിങ്ങളും ഉണങ്ങും. അങ്ങനെ ഉണങ്ങിയിട്ട് സുമ്മ യജ്അലഹു ഖുതാമ, അതിനെ കച്ചിത്തുരുമ്പാക്കി മാറ്റും, നിങ്ങളെയും ആക്കും. എന്നിട്ടോ ഇന്ന ഫീ ദാലിക ലദിക്റ ലിഉലിൽ അൽബാബ്, ഇതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. മനുഷ്യൻ്റെ ജീവിതമാണ് ഈ പച്ചപ്പിലും അള്ളാഹു വരച്ചു വിവരിച്ചു തന്നിരിക്കുന്നത്. അല ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള്, നമ്മുടെ ഈ ജുസുയിൽ വരുന്ന ആയത്ത് തന്നെയാണിത്. അല ഇന്ന വഅദല്ലാഹി ഹഖ്കുൻ, അള്ളാഹു നൽകിയ വാഗ്ദാനം സത്യമാണ്. ഈ വാഗ്ദാനം സത്യമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവിശ്വാസികളുടെ പഠന നിരീക്ഷണങ്ങളുടെ ഭാഗമായി പോലും ഈ പ്രാപഞ്ചിക വസ്തുതകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ എഡ്വിൻ ഹബിളോ ലെമിത്രയോ ഒന്നും മുസ്ലിങ്ങളായിട്ടല്ല, അവരുടെ കരങ്ങളിലൂടെ ഇത് ഈ ജ്ഞാനം അല്ലാഹു നമുക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. അല്ല ഇന്ന വഅദല്ലാഹി ഹഖ്കുൻ വലകിന്ന അക്സറഹും ലാ യഅലമൂൻ. പക്ഷേ അധികം ആൾക്കാരും ഇത് തിരിച്ചറിയില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളൊരു പ്രത്യേക കാലത്താണ് കഴിഞ്ഞുകൂടുന്നത്. ഈ കാലം ഇങ്ങനെ അപജയത്തിൽ നിന്ന് അപജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അള്ളാഹു പറഞ്ഞത് അതാണ്. കാരണം എന്ന് വെച്ചാൽ നരകത്തെയാണ് നിറയ്ക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തത്. സ്വർഗത്തിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗാലക്സികളുടെ എണ്ണം പറഞ്ഞപ്പോൾ ഞാൻ നാക്ക് പിഴച്ച് 200 ബില്യൺ ഗാലക്സികൾ എന്ന് പറയുമ്പോൾ 20 ബില്യൺ എന്ന് പറഞ്ഞു. അത് തിരുത്തുക. 100 മുതൽ 200 ബില്യൺ നക്ഷത്രങ്ങൾ ഓരോ ഗാലക്സിയിലും. 100 മുതൽ 200 എണ്ണം കൃത്യമായിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പറയണത്. കാരണം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. 100 മുതൽ 200 ബില്യൺ ഗാലക്സികൾ ഉണ്ട്. ഓരോ ഗാലക്സിയിലും 100 മുതൽ 200 ബില്യൺ നക്ഷത്രങ്ങളുമുണ്ട്. അതാണ് ശരി. ഓക്കെ, അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ സത്യം മനസ്സിലാക്കാനും സത്യത്തോടൊപ്പം നിൽക്കാനും എനിക്ക് പ്രയാസങ്ങളുള്ള അനുഷ്ഠാനങ്ങൾ ഇസ്ലാമിലുള്ളതുകൊണ്ട് ഞാൻ അതിനെ കൊച്ചാക്കി കാണിക്കുകയും അതൊക്കെ ഒരു കാലത്തിന് യോജിക്കുന്നതാണോ എന്ന് പറയുക എന്നുള്ള നിലപാട് മാറ്റിയിട്ട് വസ്തുതാപരമായി പഠിച്ച് അതിങ്ങനെ ഇതിങ്ങനെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ചിട്ട് ഒരാൾക്ക് ഖുർആൻ വായിച്ചിട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ അയാളുടെ ഒരു നിലപാടിൻ്റെ ശരിയായി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ നാസ്തികന്മാരുടെ ഏറ്റവും വലിയ നേതാവാണ് ഡോക്കിൻസ്.
ഒറ്റ ഉദാഹരണമുള്ളൂ, ആകെ ഒരു 10 സെക്കൻഡ് എടുക്കുള്ളൂ. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി യൂണിയനിൽ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം ആരൂടി ഉണ്ട് അറിയോ? ആ കാലത്ത് പ്രശസ്തനായിരുന്നൊരു ആങ്കർ ഉണ്ട്, അൽ ജസീറ TV അന്ന് വർക്ക് ചെയ്തിരുന്നത്, മെഹ്ദി ഹസൻ എന്ന് പറയുന്ന ആൾ. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഈ വീഡിയോ കാണും. മെഹ്ദി ഹസൻ എന്നിട്ട് ഡോക്കിൻസിനോട് ചോദിക്കുന്നുണ്ട്, ഈ 2013 ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹം ബൈബിളിലെ ദൈവത്തെ ഇങ്ങനെ ഭയങ്കര മോൺസ്റ്ററൈസ് ചെയ്യുന്നു, ഭയങ്കര സത്വം, ആളുകളെ കൊല്ലാൻ കൽപ്പിക്കുന്ന, കുഞ്ഞുങ്ങളെപ്പോലും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീകര രൂപത്തിൽ ചിത്രീകരിച്ചപ്പോൾ മെഹ്ദി ഹസൻ ചോദിച്ചു, വാട്ട് അബൌട്ട് ദ ഗോഡ് ഓഫ് ഇസ്ലാം എന്ന് ചോദിച്ചു അദ്ദേഹത്തോട്. ഇങ്ങനെയുണ്ട്, ഇസ്ലാമിലെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ എന്താ പറയണമെന്ന്. ഒരു പ്രത്യേകതരം സർക്കാസ്റ്റിക്കായിട്ട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ മൂപ്പര് പറയാണ്, എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിഞ്ഞൂടാ, ഞാൻ ഖുർആൻ വായിച്ചിട്ടില്ല. പിന്നെ മൂപ്പര് പോസ്റ്റിൽ എഴുതി വിടുന്നുണ്ടായി ട്വിറ്ററിൽ, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് 2006 ദ ഗോഡ് ഡെല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ആളാണ് ഈ ഡോക്കിൻസ്. 2006 അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞിട്ട് മൂപ്പര് ഖുർആനൊന്നും വായിച്ചു നോക്കിയില്ല. മനസ്സിലായി? ആ നിലവാരത്തിലേക്ക് നമ്മൾ ആൾക്കാർ വരരുത്. അപ്പം അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ജനങ്ങളോട് പഠിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹു സന്മാർഗം കണ്ടെത്തി വിജയികളാവുന്നവരുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.